നമസ്കാരം. ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനായി മാത്രം രണ്ടാം പിണറായി സർക്കാർ ഖജനാവിൽ നിന്നും ചെലവാക്കിയത് 173 കോടിയിലേറെ രൂപ. സർക്കാരിന്റെ ഔദ്യോഗിക വകുപ്പായ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വഴി മാത്രം നൽകിയ പരസ്യങ്ങളുടെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം തൊട്ട് തന്നെ പരസ്യങ്ങൾക്കായി സർക്കാർ കോടികൾ പൊടിക്കുന്നുവെന്ന ശക്തമായ ആക്ഷേപം അന്ന് പ്രതിപക്ഷമായിരുന്ന UDF നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും ശരിവയ്ക്കുന്ന തരത്തിലുള്ള വൻ തുകയുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയതോടെ പരമ്പരാഗതമായ രീതികളിൽ നിന്നും മാറി റീലുകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കാനും സർക്കാർ വൻതോതിൽ പണം വാരിയെറിഞ്ഞു. റീൽ വീഡിയോകൾക്കായി മാത്രം 37,34,800 രൂപയാണ് ഖജനാവിൽ നിന്നും ചെലവിട്ടത്. റീലുകളിൽ മാത്രമേ പ്രചരണം ഒതുങ്ങുന്നില്ല. ഇതിനു പുറമെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സർക്കാരിന് അനുകൂലമായ കണ്ടന്റുകൾ, വീഡിയോകൾ, ലേഖനങ്ങൾ എന്നിവ പ്രസിദ്ധീകരിക്കാനായി വേറെയും ലക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ വകയിൽ മാത്രം ഖജനാവിൽ നഷ്ടമായത് 1,56,70,246 രൂപയാണ്. ചുരുക്കത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലെ മാത്രം സർക്കാരിന്റെ PR വർക്കുകൾക്കായി ഏതാണ്ട് 2 കോടിയോളം രൂപയാണ് പൊടിച്ചത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാനത്തിന്റെ നീളത്തിലും വീതിയിലും സർക്കാരിന്റെ നേട്ടങ്ങൾ വിളിച്ചോതുന്ന വലിയ ഹോർഡിങ്ങുകൾ നാട്ടിലെമ്പാടും സ്ഥാപിച്ചിരുന്നത് എല്ലാവരും കണ്ടതാണ്. ഈ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാൻ മാത്രം ചെലവാക്കിയത് 7,61,23,724 രൂപയാണ്. ഈ ഹോർഡിങ്ങുകൾ വെക്കാൻ ഉപയോഗിച്ച തുക ഉണ്ടായിരുന്നെങ്കിൽ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതി വഴി 100-ലേറെ കുടുംബങ്ങൾക്ക് പുതിയ വീട് വെച്ച് നൽകാമായിരുന്നെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിൽ തെറ്റു പറയാനാകില്ല. എന്നാൽ ഇവിടെയും തീരുന്നില്ല പിണറായി സർക്കാരിന്റെ പരസ്യ കണക്കുകൾ. നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാതെ കട്ടപ്പുറത്തിരിക്കുന്ന KSRTC ബസ്സുകളിൽ സർക്കാരിന്റെ പോസ്റ്ററുകളും പരസ്യങ്ങളും പതിച്ച വകയിൽ 2,78,18,411 രൂപയാണ് ഒഴുക്കിയത്. ഇതിനെല്ലാം ഒപ്പം വിവിധ മുൻനിര അച്ചടി ദൃശ്യ മാധ്യമങ്ങളിൽ വൻതോതിൽ സർക്കാർ പരസ്യം നൽകാനായി 161,55,88,975 രൂപയും രണ്ടാം പിണറായി സർക്കാർ ചെലവഴിച്ചു. ശമ്പളവും പെൻഷനും പോലും നൽകാൻ പണമില്ലാതെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് PR വർക്കുകൾക്കായി സർക്കാർ കോടികൾ ഒഴുക്കുന്നത് എന്ന നഗ്ന സത്യമാണ് ഈ കണക്കുകളിലൂടെ പുറത്തു വരുന്നത്. വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം പരസ്യ മാമാങ്കൾ ജനാധിപത്യ സംവിധാനത്തിനൊട്ടും ഭൂഷണമല്ല. അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ വെറും പ്രതിച്ഛായ വർധനവിന് വേണ്ടി മാത്രം ഖജനാവ് ധൂർത്തടിക്കുന്ന ഈ രീതി തിരുത്തപ്പെടേണ്ടതുണ്ട്. പരസ്യ കോലാഹലങ്ങൾക്കപ്പുറം താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനാണ് സർക്കാർ മുൻഗണന നൽകേണ്ടതെന്ന യാഥാർത്ഥ്യം ഈ കണക്കുകൾ കൂടി അടിവരയിടുന്നു. എന്തായാലും പിണറായി വിജയന്റെ ഹോർഡിങ്ങുകൾ കൊണ്ട് നിറയുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കേരളം. ആ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിത്യനിദാന ചെലവിന് പോലും 10 പൈസയുടെ വരുമാനമില്ലാതിരുന്ന സമയത്തും പിണറായി സർക്കാർ ചെലവാക്കിയ തുക അത് കേൾക്കേണ്ട തന്നെയാണ്. അത് എത്രത്തോളം കബളിപ്പിച്ചുകൊണ്ടാണ് ഈ പിണറായി സർക്കാർ നമ്മളെ ഭരിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്കൊന്നുകൂടി ബോധ്യപ്പെടുകയാണ്.